നമ്മളെ പുതിയ ഇപ്പോഴത്തെ സൂര്യയുടെ പടം കങ്കുവ ഒരു പടമാണെന്ന് തോന്നുന്നു. ഞാൻ റിവ്യൊക്കെ കണ്ട് അതിന് ഞാൻ വിശദീകരിച്ച് പറയേണ്ട കാണത്തില്ല. പൊട്ടി 8 നിലയിൽ പൊട്ടി, അലർച്ചയോടെ പൊട്ടി. അലർച്ച ഞാൻ പടം കണ്ടില്ല, ഞാൻ റിവ്യൂല് കേട്ട്. ഒരു ചേട്ടൻ വന്നിട്ട് അവനെ ഇത് കുറയ്ക്കണം എന്നൊക്കെ പറയാൻ പോലെ കേട്ടോ. പിന്നെ ആരും വിഷമിക്കണ്ട, ജിത്തു ഈ ട്രിപ്പിലുണ്ട്. ഞാൻ പറഞ്ഞു വിട്ടില്ല, പറഞ്ഞു വിടാനുള്ള ഒരു കണ്ടീഷനിലോട്ട് തോന്നുമ്പോൾ പറഞ്ഞു വിട്ടില്ല. അപ്പം ഇന്ന് ഈ ട്രിപ്പിൽ ജിത്തുവിന്റെ ഒരു വലിയൊരു രോഗത്തെ പറ്റി എനിക്ക് സംസാരിക്കും. ഇപ്പോഴല്ല, ഈ വ്ളോഗിന്റെ ഇടയ്ക്ക് സംസാരിക്കും. അത് കേൾക്കാനായിട്ട് നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. ജിത്തുവിന്റെ ഒരു വലിയ രോഗം. അപ്പൊ നമ്മൾ വെക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിൽ നിന്ന് കാട്ടിലോണ്ട് ശ്രീജിത്ത് എന്ന അങ്ങോട്ട് ഇങ്ങനെ നല്ല ചവിട്ടുന്ന എനിക്ക് കിട്ടണില്ല. അങ്ങനെ നല്ല വിടൽ വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോണ വഴിക്കുള്ള കാര്യങ്ങളില്ല. നമ്മളിപ്പോ എരുമേലി എത്തി. എരുമേലിയിൽ പേട്ടതുള്ളലും തിരക്കേട്ട് അയ്യപ്പന്മാരെ ബഹളമാണ്. ഇട്ട് കാണിക്കും വീഡിയോ. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna. ഗായ്സ്, ഇപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് വന്ന് ജിത്തുവിനുള്ള ഇടിയപ്പവും മുട്ടക്കറിയും വന്നു. എനിക്കുള്ള പൊറോട്ടയും മുട്ടക്കറിയും വന്നു. ഷോണ് ഫുഡെല്ലാം അറേഞ്ച് ചെയ്താൽ അങ്ങനെ തിരക്കിലാണ്. നമ്മളെ കാർട്ടൻ്റെ ബസ്സിൻ്റെ ഫുഡ് പിള്ളേരെല്ലാം കഴിച്ച് കഴിഞ്ഞ് കയറി. അപ്പം നമ്മളെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിത്തു മുട്ടക്കറി വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ബീഫാണോ രാവിലെ? എന്തിനാണ് ഇഷ്ടപ്പെടൂല ഇത്? എന്തിരുന്നാലും കൂടെ തൂങ്ങിയാടണോ? ഇല്ല, എന്നാലേ നിൽക്കോ? ജിത്ത് കഴിഞ്ഞേ. ജിത്ത് 4-5 ഇടിയപ്പം കൂടെ വാങ്ങിച്ചിട്ടുണ്ടോ? 4-5 ഇടിയപ്പം ആര് അങ്ങോട്ട് വായിൽ കേറ്റ് ഇറക്ക്. അപ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. ജിത്തുവിന് വേണ്ടി സ്പെഷ്യൽ നമ്മുടെ ഷോൺ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബീഫ് കറി. ജിത്തു ഇങ്ങനെ ശോഷിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് എല്ലാവർക്കും വിഷമമാണ്. സത്യത്തിൽ ജിത്തു എന്ത് കഴിച്ചാലും മണ്ണം വയ്ക്കില്ല. അത് ജിത്തുവിൻ്റെ പാരമ്പര്യമാണ്. പാലി എന്ന് പറയുന്നത് അത് അവൻ്റെ അച്ഛനാണ്. പാലിയും അങ്ങനെ നിൻ്റെ അച്ഛൻ അത് അഭിമാന പേരാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പാലി എന്നുള്ളത്. കളിയാക്കി വിളിക്കുന്നതല്ലേ കേട്ടാ. ബീഫ് കഴിക്കേ അങ്ങനെ. അപ്പം ഗായ്സ്, പാലിയുടെ ശരീരക്കൂറാണ് നമ്മുടെ ജിത്തുവിനും കിട്ടിയിരുന്നത്. പാലി എന്ന് പറയുന്നത് അവൻ്റെ അച്ഛനാണ്. അപ്പോൾ ഗായ്സ്, നമ്മളിതാ ഇവിടെ ഫുഡെല്ലാം കൊടുത്ത് കഴിച്ച് വെളിയിലിറങ്ങി. ഇതാ ബാക്കിൽ ഒരുത്തൻ കിടന്ന് അവൻ്റെ കാല് കാണാമല്ലോ. എന്തൊരു ചെയ്യണം അവിടെ? വണ്ടി റെഡി കയറി എന്തോ ചെയ്യണത്. അപ്പോൾ ഗായ്സ്, കാർട്ടൻ്റെ ഡ്രൈവറെ ഞാൻ കാണിച്ചില്ല. അന്ന് നമ്മൾ ആരൊക്കെ പോയി? ഷൈമാസ്, പൈറസിൽ ഡബിൾ ഡ്രൈവറിൽ ഒരാളായിട്ട് വന്നതാണ്. കിടിലൻ കില്ലാടി. ഇദ്ദേഹം പ്രമുഖനാണ്, കില്ലാടിയാണ്, അതിലുപരി സുന്ദരനാണ്. അദ്ദേഹത്തെ ആരാധകന്മാരുകൊണ്ട് വേറൊരാളെ പേരായിരുന്നു. അത് കല്യാണം കഴിഞ്ഞപ്പോ മാറ്റിയുണ്ടാകും. വെറുതെ ഉള്ളത് സത്യം നിരേഷ കാമുകനാണ്. ആരാധികമാരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ കാർട്ടലിന്റെ വണ്ടിയാണ്, നിങ്ങൾ അതിൽ കയറി ഫോളോ ചെയ്യൂ. നമ്മളെ ഇവനാ ഞാൻ കാർട്ടലിലോട്ട് കയറണം. ഇനി ഈ അപരാധം പിടിച്ചവനാണ് ഇനി വണ്ടി കയറാൻ പോകും. ജിത്തു 2.0 ഇവനെയാണ് ഇനി കയറ്റുന്നത്. എടാ, ഈ വണ്ടിക്കകത്ത് എന്നെ മാമാന്ന് വിളിച്ചു വെക്കുന്നുണ്ട്. അവനെ ഞാൻ കാണിച്ചു തരും, എടുക്കണം. അണ്ണാ, ഒരു അപേക്ഷ, കുറച്ച് പയ്യ ഓട്ടിക്കണം. നിങ്ങളെ കൂടെ എത്താൻ പറ്റണില്ല. ഇത് 80 എന്ന് പറയണത്. ഇത് എനിക്ക് തോന്നുന്നത് 65 ഇത് പോണേന്ന് തോന്നുന്നത്. ഡൗട്ടുണ്ട് എനിക്ക്. പക്ഷെ ബസ് പെട്ടെന്ന് ഓടിപ്പോവാ, അതിൻ്റെ കൂടെ ഇത് നിൽക്കില്ല. അപ്പോൾ നമ്മൾ പരുന്തംപാറ എത്തിയിട്ടുണ്ട്.
മരുന്നുപാറ നല്ല കിടിലം വ്യൂ ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോയില്ല, നമ്മൾ ബസ് അതൊക്കെ കൊണ്ടെത്താണ് ഇട്ടുന്നു. സൂപ്പർ ഒരു രക്ഷയില്ല, കിടിലം. നോക്ക്, അടിപൊളി. മലകളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ പൊങ്ങിനാന്നും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മലാക്ക് ഇറങ്ങിയ സമയത്ത് കൂടെ ഇറങ്ങിയ വണ്ടിയാണ്, കൂടെ അവിടെ പണിക്കുണ്ടായിരുന്ന വണ്ടിയാണ് മുഹമ്മദ്. പിന്നെ നമ്മളെ ജിസാന ഇവിടെ ഉണ്ട് കേട്ടോ, നമ്മളെ കൂടെ ട്രിപ്പ് പോകുന്ന ജിസാനയുണ്ട്, ജിസാനയുടെ കിളിയുണ്ട്. ഇന്ന് ആര് ഡ്രൈവർ വന്ന്? സനുവണ്ണനാണ് ഇന്ന് ഡ്രൈവറായിട്ട് വന്നത്. നമ്മളെ ശാലുവണ്ണനെ നമ്മളെ ബെക്കാടിയുമായിട്ട് ഗോവ പോയിരിക്കുകയാണ്. അപ്പം കാർട്ടൽ ഇവിടെ ഉണ്ട്. കാർട്ടൽ ഫുൾ പണിയൊന്നും ആയില്ല, ഇനിയും വർക്കുകളൊക്കെ നടക്കണതേ ഉള്ളൂ. പിന്നെ ഗായ്സ്, എൻ്റെ ചെറുക്കൻ താ കിടക്കുന്നു, എൻ്റെ ചെറുക്കൻ എന്താ അതിഥി. നമ്മളെ ഓണർക്ക് പുതിയ മോള് പിറന്നിട്ടുണ്ട്, അതിഥി. എൻ്റെ ചേട്ടൻ, ഞാൻ കൊച്ചിച്ചനായി ഗായ്സ്, എൻ്റെ അമ്മ ഉത്തരവാദിത്തമുള്ള എൻ്റെ കിളി. കഴിഞ്ഞ ട്രിപ്പിൽ ഞാൻ ഷർദിലായതുകൊണ്ട് ഇനി നിനക്ക് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തന്നെ നില്ലടാ അവിടെ ഉണ്ടാവാനേ. ഗായ്സ് അറിയാതെ വന്നതാണ് ഗായ്സ്, നിങ്ങൾ ക്ഷമിക്കണം. ദേഹത്തറിയില്ലേ, ഇതെന്താ മുറുക്കം ചോദിച്ചു തുപ്പിയാടാ കൊച്ചു പിള്ളേർ. ഗായ്സ് ഇതാ ഞാൻ പറഞ്ഞുതരാം ഗായ്സ് എന്താ കൊണ്ടാണ്. ഹിന്ദിക്കാരെയും കൊണ്ടുപോയ ട്രിപ്പിൽ ഒരു തേകയില്ല വാടോ ഇവിടെ വാടോ. കഴിഞ്ഞ ഹിന്ദിക്കാരെയും കൊണ്ടുപോയ ട്രിപ്പിൽ ഇവൻ 2 ദിവസമായി. ആദ്യത്തെ ദിവസം ആദ്യത്തെ ദിവസം ഛർദ്ദിച്ചിട്ട് വണ്ടിയുടെ സൈഡിൽ ഛർദ്ദിച്ചിട്ടൊക്കെയാണ്. അപ്പം വണ്ടിയുടെ കിളിയായ ആള് എന്ത് ചെയ്യണം, അത് കണ്ടിറങ്ങി കഴുകണം. 2ാമത്തെ ദിവസം ആ ഛർദ്ദിൽ അങ്ങനെ കിടക്കണം. ഞാൻ ഒന്നും മിണ്ടില്ല, ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ ഇരിക്കുകയാണ്. അപ്പം 2ാമത്തെ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഈച്ചയായിരിക്കണേ, അതിൽ ആ ഛർദ്ദിൽ ഉണങ്ങിയിട്ട് അതിൽ ഈച്ചയായിരിക്കണേ. എന്നിട്ടും ഈ മോന് കഴുകാൻ വയ്യ. 3ാമത്തെ ദിവസം രാവിലെ ഞാൻ പിടിച്ചു നിർത്തി, രാവിലെ എണീറ്റ ഉടനെ നല്ല രീതിയിൽ ചാപ്പാടങ്ങി ആളുത്തങ്ങിട്ട് കൊടുത്ത്, ഇളുത്തങ്ങിട്ട് കൊടുത്ത്. തഞ്ചാവൂർ എത്തിയതും ഏതോ ബാത്റൂമിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന്, അപ്പോഴവന് ബാത്റൂമൊക്കെ കണ്ടുപിടിച്ച് പോകാൻ അറിയാം. ഏതോ ബാത്റൂമിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് കഴുകി. അത് കിട്ടേണ്ട രീതിയിൽ ഇട്ടുകൊടുത്താലേ ചെയ്യേണ്ട പണികൾ ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ ഇനി ചെയ്തില്ലെങ്കിൽ അങ്ങനെയല്ല, കുനിച്ചേർത്ത് ഇടി. 4 ദിവസം ജിത്തു മാറാ രോഗിയായിട്ട് നിൽക്കുകയായിരുന്നു. അത് ഞാൻ എൻ്റെ ഒറ്റ കഴിവിലാണ് ഞാൻ അത് മാറ്റി കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഡോക്ടർമാരെയൊക്കെ വിളിച്ച് ചോദിച്ച് എന്ത് ചെയ്യണം, ഡോക്ടർമാരല്ല വൈദ്യന്മാരെ വിളിച്ച് ചോദിച്ച് എന്ത് ചെയ്യണം നോക്കിയിട്ട് അവനെ അസുഖം ഭേദാക്കി കൊടുത്ത്. അസുഖത്തെ പറ്റി ഞാൻ പറയാം. ഇപ്പം അവൻ ഛർദിൽ കഴിവാത്ത തെണ്ടിയെന്ന് ഞാൻ പറഞ്ഞല്ല, അതേപോലെ അത് ഞാൻ പറഞ്ഞു തരാം, വിശദീകരിച്ച് പറയാനുണ്ട് അത് കുറച്ച്. അതുകൊണ്ടാണ് ഇപ്പം എന്നെ കാണിക്കാൻ വേണ്ടി കുപ്പി എടുത്ത് 4 വളയം നടക്കുകയാണ്. ഏതൊരു വണ്ടി ഓക്കറിട്ട് വരെയാണ്. എനിക്ക് കോപ്പിറൈറ്റ് അടിക്കാൻ വയ്യ. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ചിക്കൻ കറി ബിരിയാണിയാണ്. മോഗ്ര ടീംസ് എല്ലാവരും ഉണ്ട്. നിങ്ങളെ പേര് പറഞ്ഞില്ല. ശംഭു അജേഷ് ശ്രീജിത്ത്. പയ്യന് ക്ഷീണം. ഇന്ന് കൊടൈക്കനാൽ പോയിട്ട് 2 ദിവസം റെസ്റ്റ് എടുത്തു. സലാഡ് ആണാ ആ പയ്യന് കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കണമാണ്. അവന് വെള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അവന് കൂടുതൽ കൊടുക്കണത്. അപ്പോൾ ഗായ്സ് നമ്മളെല്ലാവരും കഴിക്കട്ടെ. ഗായ്സ് നമ്മളെല്ലാവരും ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. എങ്ങനെ ബിങ്കോ ചായ കുടിക്കണം. നിങ്ങൾ ഇറങ്ങിയാണോ? ചായ കുടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. വട വാങ്ങിച്ചതാ, വട ഇല്ലാത്ത കടയിലാണ് കൊണ്ട് നിർത്തിയത്. ജിത്ത് ഷോ തിരിക്കട്ടെ. ഓ വന്നു. ഇവൻ തീർന്നു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഞാൻ നിർത്തി. ഇവനെ മിക്കവാറും ബോസ്കോ ഒരു പിടിച്ചോണ്ടു. അപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ ബോസ്കോ
അങ്ങനെയൊന്നുമില്ല, ഇവൻ എന്തിനു പറഞ്ഞാലും മനസ്സിലാവും. ജിത്തു എന്നെ എന്നാ വിളിച്ചോണ്ട് പോണ? അപ്പൊ പിടിക്കും, അപ്പൊ പിടിക്കും, അതുറപ്പായി പിടിക്കും. ജിത്തു കുറുക്കുറേ കയറ്റുള്ളൂ. കഴി 3 പാക്കേജുകാര്. ഞാനാണ് കിടില്. നീയാണ് മാത്രം അപ്പോ മിണ്ടൂല, പക്ഷെ ഇൻസ്റ്റ തുറക്കണം. ഫുൾ എല്ലാം നമ്മളെ തിരുവനന്തപുരത്തുള്ള എല്ലാ പിള്ളേരും ഉണ്ടല്ലേ. എന്തോന്ന് പറയണത് അതിനാ? മ്യൂച്വൽ ഫണ്ട്. എല്ലാത്തിലും. നിന്റെ അക്കൗണ്ട് ഏതാ? നിന്റെ അക്കൗണ്ട് ഏതാ? നിന്റെ ഈവൻ ടെലിഗ്രാമിലെ ഗ്രൂപ്പ് പറഞ്ഞവരുണ്ട്. അതില് വേറൊരു പാക്കേജ് ഉണ്ട്, അതില്ല. മോഗ്രയുടെയും കാർട്ടലിന്റെയും പിന്നെ ഗാങ്സ്റ്റർ, കിന്നൂസ്, മക്കൂസ്. അല്ല ഭയങ്കര ബിസിയാണ്. എന്റെ അടുത്തിരുന്നാണ് എഡിറ്റിംഗ്. എനിക്കാരുമില്ലേ, പക്ഷെ ഒന്നും നിനക്കാരുമില്ലേ? അപ്പൊ ഈ രാത്രി 10 മണിക്ക് ശേഷം നീ ഇത് എന്തിനാണ് കിടന്ന് കാണിക്കുന്നത് വണ്ടിയില്? ഞാൻ സൈഡ് നോക്കാൻ പറയുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. ഇതാണ് ഞാൻ കേക്കണത്. ആ സൈഡ് ഇത് മറ്റേ നോക്കണത്. പോട്ടെ പോട്ടെ. ഈ പൊട്ടം കൊണാപ്പ് ഒന്നും എനിക്ക് എടുത്തു തരില്ല. ഞാനാണ് ഇങ്ങനെയൊക്കെ വെച്ച് എടുക്കണത്. ഇത് വേസ്റ്റ്, അത് വേസ്റ്റ്. ഞാൻ കൊണ്ട് നടക്കുന്നത് സംഭവം. മൂന്നാറിൽ നമ്മൾ നൈറ്റ് ഓടി പോണ സമയത്ത് രാത്രി ഒരു 2-3 മണിക്കൊക്കെ നമ്മൾ ഡ്രൈവർമാർ കണ്ടിട്ടുള്ളതാണ്. ഈ ബാക്കിയുള്ളവരെല്ലാം കിടന്ന് ഉറങ്ങും, നമ്മളായിരിക്കും ഒറ്റയ്ക്ക് ഇരുന്ന് ഓടിക്കണം. അപ്പം നമ്മൾ ഈ ബ്രൈറ്റ് അടിച്ച് പിടിച്ച് നമ്മൾ വേറെ ഓടി പോണത്. അപ്പം ഈ പാലത്തിൻ്റെയൊക്കെ തിട്ടയുണ്ടല്ലോ, പാലത്തിൻ്റെയൊക്കെ തിട്ടയിൽ ആൾ രൂപയിരിക്കും. പിന്നെ കറുത്ത തുണിയൊക്കെ പുറച്ച് ആൾ രൂപയിരിക്കും. നമ്മളിങ്ങനെ വളഞ്ഞ് വരുമ്പോൾ വണ്ടിയുടെ പ്രകാശം കട്ടക്കടിക്കുമല്ലോ. ആ നേരത്ത് നമുക്ക് കാണാൻ പറ്റും. നമ്മളങ്ങനെ അത്രയും ശ്രദ്ധിച്ചല്ലേ ഓടിച്ചു പോകും. പെട്ടെന്ന് മിന്നായം പോലെ കണ്ടിട്ട് അങ്ങനെ പിന്നെ അടുത്ത് നമ്മൾ അയ്യോ അതെന്താണെന്ന് നോക്കുമ്പോൾ അവിടെ കാണും. അതുപോലെ തന്നെ ഈ പോസ്റ്റ് ഉണ്ടല്ലോ, പോസ്റ്റിൻ്റെയൊക്കെ മറവിൽ നിന്നുകൊണ്ട് ഈ വളഞ്ഞു വരുമ്പോൾ വണ്ടീനെ നോക്കും. അതും നമുക്ക് കാണാം. എന്നിട്ട് നമ്മൾ എന്താണെന്ന് നമ്മൾ വീണ്ടും ഒരു നല്ല സൂക്ഷിച്ച് നോക്കുമ്പോഴേക്കും അങ്ങ് പോകും. മൂന്നാറിൽ ഇതേ ഒരു സംഭവങ്ങളുണ്ടോ കാണണമെങ്കിൽ നൈറ്റ് ഒറ്റയ്ക്ക് ഓട്ടിച്ച് ശ്രദ്ധിച്ചിരുന്നത്. പേടിക്കരുത്, പേടിച്ച് കഴിഞ്ഞാൽ പോയി. ഗായ്സ്, അപ്പോൾ നമ്മൾ രാവിലെ നമ്മളെ പിള്ളേരെയൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ ആക്കി. ഇപ്പോൾ കൊടൈക്കനാലാണല്ലോ, അപ്പോൾ ഇനി കൊടൈക്കനാൽ നമുക്ക് സൈഡ് സീന് പോകാൻ പറ്റില്ല. ഇവിടെ നിന്നുള്ള വണ്ടിയിൽ പിള്ളേരെ കയറ്റി വിട്ട് പാർക്കിങ്ങിൽ വന്ന് നിൽക്കുകയാണ്. പാർക്കിങ്ങിൽ വന്നപ്പോൾ ചെറിയൊരു പ്രശ്നമൊക്കെ ആയി. നമ്മളെ വണ്ടി ബാക്കെടുത്ത് ഒതുക്കാൻ നേരത്ത് ബാക്കിൽ കുറച്ച് പേര് ഇവിടുത്തെ വണ്ടിക്കാരന്മാർ ഡ്രൈവർമാർ കൂടെ ഇന്നപ്പോൾ ഹോൺ അടിച്ചെന്ന് പറഞ്ഞു നമ്മളെ മെക്കിട്ട് കയറാനായിട്ട് വന്ന്. ചിത്തുവിനെ ആണെങ്കിൽ ഒരുത്തം പിടിച്ച് അടിക്കാൻ വന്ന്. പിന്നെ ഞാൻ ചാടി ഇറങ്ങി ഞാൻ വന്നപ്പം അങ്ങ് മാറിപ്പോയി. അപ്പം ശ്രീതണ്ണൻ പാവം കേട്ടോ, ശ്രീതൻ്റെ കാലൊക്കെ പോയിരിക്കുകയാണ്. ഇന്നത്തെ ബ്ലോക്ക് എങ്ങനെയുണ്ടായിരുന്നു? അല്ല, നിങ്ങൾക്ക് റീൽസ് ചെയ്യണമെന്നാണെങ്കിലോ ഇന്ന് ഇവിടുത്തെ പോലീസുകാർ വന്ന് സഹായിച്ചെന്ന് പറഞ്ഞു. എന്റെ യൂട്യൂബിൽ പറഞ്ഞാലും മതി. അത് വളരെ എന്തോന്ന് പറയാനായിട്ട് നല്ലൊരു പോലീസുകാരനായിരുന്നു. ഒന്ന് അതൊക്കെ ഓഫ് ചെയ്യോ പറയട്ടെ. നല്ലൊരു പോലീസുകാരൻ. അയാൾ ഇല്ലായിരുന്നുണ്ടെങ്കിൽ പഞ്ചാബ് ഉറപ്പായിട്ടും ആ ഡിപ്പറുകാരെ മാറ്റി തന്നത് പോലീസുകാരെ വന്നുകൊണ്ടാണ്. അത് തന്നെ. ഇല്ലായിരുന്നുണ്ടെങ്കിൽ അയാൾ മാറ്റമില്ല, മൊത്തത്തിൽ ബ്ലോക്കായി അവന്മാരുമായിട്ട് അടികൂടേണ്ടി വന്നു. ആ അവസ്ഥയായിരുന്നു. എനിക്ക് പിന്നെ ഒരു സമാധാനം എന്ന് പറയാമോ, നിങ്ങൾ ഫ്രണ്ടിൽ നിൽക്കുകയല്ലേ, അപ്പൊ ഈ വണ്ടി കയറിപ്പോയാൽ ഞാൻ എന്തായാലും സേഫാണ്. ഞാൻ അവിടെ പോവും. എനിക്കെന്തായാലും പോകാൻ പറ്റുമല്ലോ ആ വഴി, ഈ ബസ് പോണ വഴിക്ക്. എന്നാലും നമ്മളെ റൂം അങ്ങ് ഉള്ളിലോട്ടായി പോയല്ലേ. നല്ല റൂം, കാര്യങ്ങളെല്ലാം സെറ്റപ്പാണ്, പക്ഷെ ഉള്ളിലോട്ടായി അതേ ഉള്ളൂ. ഓ അത് നമ്മളിനി പോകുമ്പോ ആ മൂഞ്ചിക്കല് വഴിക്കാറ് പോവാമോ? ഇനി പോകുമ്പോഴത്തേക്ക് അങ്ങനെ പോണേണ് സുഖം. രാത്രി പോയ വഴി കണ്ടിരുന്നില്ല.
അതാ ടേണിങ് എടുത്തത് നമുക്ക് ഇന്ന് പോകുമ്പോൾ അത് എടുക്കാം. അത് പ്രത്യേകം കാണിക്കേണ്ടതാണ്. പിന്നെ പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത് നമ്മളെ കിളിമാർക്കാണ് അല്ലേ അണ്ണ? കിളിമാര് അവിടെ പരിശ്രമിച്ച് ആളുകളെ ചീത്തകളിയും മാറ്റി. മെയിൻ ചീത്തകളിയാണല്ലേ ശമ്പോണ? മെയിൻ ചീത്തകളിയല്ലേ? ജിത്തുവിന് കിട്ടി. ജിത്തു വിവര. പിന്നെ വേറൊരു കാര്യം, സ്കൂൾ ടൈമാണ് നമ്മളെ വന്ന ടൈമേ, അതാണ് മെയിൻ ഒരു കാര്യം. ജിത്തു നിനക്കെങ്ങനെയായിരുന്നു അനുഭവം? കുഴപ്പമില്ലായിരുന്നു. ഈ സൈഡ് നോക്കാൻ നേരത്തെ ഒരു മാമൻ വന്ന് നിന്നെ വിളിച്ചോണ്ട് ഇവ അവിടെ ഫ്രണ്ടിൽ വന്നായിരുന്നു. അതാ അത് വഴിക്ക് വേറെ എവിടെയെങ്കിലും മാമൻ കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടുവന്നതാണ്. പാവം കേട്ടാ ജിത്തു. ഞാൻ പറഞ്ഞില്ലേ ജിത്തു ഒരു മാറാ രോഗത്തിന് അടിമയായി പോയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇല്ല രോഗം ഞാൻ പറയും അണ്ണാ, നിങ്ങളും കേൾക്കണം. ജിത്തുവിന് നമ്മളൊക്കെ അത് നമ്മള് ചീത്തയായിട്ട് നമ്മളൊരു മോശമായിട്ട് നമ്മൾ പറയാനുള്ള കാര്യമല്ല. ജിത്തുവിന് നമ്മളെല്ലാവരും രാവിലെ നമ്മളെ പ്രഭാത കർമ്മമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമല്ല. ഇവൻ പ്രഭാതകരമായിട്ട് പല്ല് മാത്രമേ തേക്കുള്ളൂ, ബാക്കി മറ്റതൊന്നും പോണില്ല. ഒരു ദിവസമായി 2 ദിവസമായി 3 ദിവസമായി 4 ദിവസമായിട്ട് സംഭവം പോണില്ല. അപ്പൊ രോഗമല്ലേ അത്? ഞാൻ എന്തോന്നറിയാമോ, ഞാൻ പോയി 1/2 കിലോ പഴം വാങ്ങിച്ചിട്ട് ഇവനൊരു 3 പഴം ഇവനെ കൊണ്ട് തീറ്റിപ്പിച്ച് വൈകുന്നേരമായിട്ട് ഒരു അനക്കവും ഇല്ല. എന്നിട്ട് ഞാൻ എന്തോന്ന് ചെയ്യുന്നറിയാമോ, ചായ വാങ്ങിച്ച് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത് ചായയും ബിസ്ക്കറ്റ് ഇട്ട് മുക്കി തിന്നെന്ന് പറഞ്ഞു. പീച്ചി അടിച്ചെങ്കിലും പോട്ട് എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു ഇതില്ല. പിന്നെ ഞാൻ നോക്കിയത് പിറ്റേന്ന് രാവിലെ പോട്. ഞാൻ കഷ്ടപ്പെട്ടതിനെല്ലാം 5ാമത്തെ ദിവസം രാവിലെയാണ് ഫലം കിട്ടിയത്. ഒന്നും കഴിച്ചില്ല, ഒരു ചപ്പാത്തി ചിക്കായി. പിന്നെ ഞാൻ കഷ്ടപ്പെട്ടതിൽ 5ാമത്തെ ദിവസം അവന്റെ മാറാ രോഗം മാറി ഗായ്സ്. അങ്ങനെ ജിത്തുവിന്റെ മാറാ രോഗം ഞാൻ മാറ്റി കൊടുത്തു ഗായ്സ്. ഇപ്പൊ ജിത്തു ഒരു വയറ്റിലതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇത് രാവിലെ പോയായിരുന്നോ? അതെ, ഇപ്പൊ ജിത്തുവിന്റെ അസുഖമെല്ലാം മാറി. ജിത്തു സൂപ്പറായി. നമ്മളിവിടെ ഇനി വണ്ടി ഇട്ടിട്ട് നമ്മൾ റൂമിൽ പോകാനുള്ള പ്ലാനാണ്. ഒരുപാട് വണ്ടികളുണ്ട്. തിരുവമ്പാടിയുണ്ട്, ഡൊറാഡ ഉണ്ട്, അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ അതാ നമ്മളെ ചെറുക്കലിൽ നമ്മൾ പുതിയൊരു സംഭവം ചെയ്ത് യൂലൈറ്റ്. ഞാൻ അതിനെ യൂലൈറ്റ് എന്നാണ് പറയണത്. കണ്ടില്ലേ യൂലൈറ്റ്? ഞാൻ അത് രാത്രി നിങ്ങൾക്ക് അതിൻ്റെ വിഷ്വൽസ് ഞാൻ ഇട്ടേക്കാം അതിൻ്റെ കൂടെ. പിന്നെ നമ്മളാ പുതിയ മോള് അതിഥി, ചേട്ടന് പുതിയ മോള് പറഞ്ഞേക്കിന് അതിഥി. അപ്പം ഇനി എല്ലാ വണ്ടിയിലും അതിഥി എന്ന് കാണും. ചേട്ടൻ്റെ മോള് ജനിച്ചിട്ട് ഇപ്പോൾ ഒരു 15 ദിവസമായതേ ഉള്ളൂ. ഇനി എല്ലാ വണ്ടിയിലും കാണും അതിഥി. അപ്പം യൂലൈറ്റിൻ്റെ വീഡിയോ ഞാൻ ഇട്ടേക്കാം. ജിത്തു, ഞാൻ യൂലൈറ്റിൻ്റെ വീഡിയോ കാണിച്ചു കൊടുക്കാം, എല്ലാവർക്കും കാണിച്ചു കൊടുക്കട്ടെ. എന്തെങ്കിലും വിരോധമുണ്ടോ? ഉണ്ടോ എന്തെങ്കിലും പറയണേ? ഓക്കെ ശരി, കാണിച്ചു കൊടുക്കാം. ഡൊറാഡയുടെ വണ്ടി. ഈ വണ്ടി ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചതാണ്. നല്ല കിട്ടില്ല. ഫ്രണ്ടിൽ കൊടുത്തേക്കിനെ യൂലൈറ്റിൻ്റെ കണക്കുണ്ട്. അതിൻ്റെ അമ്മ എന്തുമാത്രം ജീവിതം. അപ്പോൾ ഈ വണ്ടി കാണണമെന്ന് പറഞ്ഞാൽ അത്ര ആഗ്രഹിച്ചാണ്. അങ്ങനെ കണ്ടു കിട്ടി അതിനെ ഇന്ന് ഞാൻ. അവരെ വേറെ വണ്ടീസൊക്കെ കണ്ടിട്ടുണ്ട്, ഇതിനെ കാണണമെന്ന് ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കണേ. ജിത്തു കണ്ട അതൊക്കെയെന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങൾ ഇടയിൽ കൂടെ ഒക്കെയാണ് നമ്മൾ പോകണം. കണ്ടില്ലേ പൊളി. എടാ നോക്കടാ ജിത്തു, ഞാൻ എവിടെ പോയി നമുക്കിനി അപ്പുറത്തെ സെക്ഷനിൽ പോകണം, അപ്പുറത്തെ സൈഡ് പോകണം, ലേക്കിന്റെ അപ്പുറം പോകണം. നിന്റെ ഏതോ ഒരു ഫേക്ക് അക്കൗണ്ടിൽ ഒരു പെണ്ണിന്റെ ഫോട്ടോ ഇട്ട് ഒരുത്തൻ വന്ന് ഫേക്ക് അക്കൗണ്ടാണ്. ഫേക്ക് അക്കൗണ്ടല്ല, അതൊക്കെ എന്റെ ഫാൻസികളൊന്നും ഇല്ല. എവിടെ അത്രയ്ക്ക് ബോധമില്ലാത്ത പെണ്ണുകളൊന്നും നമ്മളെ നാട്ടിലില്ല. എന്റെ മെയിൻ ഫാൻസ് ഇതോ അങ്ങേര് നിന്റെ അടുത്ത് മിണ്ടിയത് അബദ്ധം എന്ന് പറഞ്ഞു. ഞാൻ പറയാൻ വന്ന അതല്ല, ഒരു ഫേക്ക് അക്കൗണ്ടില് ഒരുത്തൻ നിന്നെ ഞാൻ കളിയാക്കണമെന്ന് പറഞ്ഞു. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടില്ലെന്ന് എന്നെ കളിയാക്കണത്. അല്ല ഗായ്സ്, ഇവനെ എന്തെങ്കിലും പറയാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല. അപ്പൊ ഇവനെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞ് അടിയെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കണം. ഒരു രസമാണ്. നിങ്ങൾ എന്റെ ഫാൻസ് അല്ലേ? അങ്ങേക്ക് വിവരമില്ല, അതുകൊണ്ട് വിവരമുള്ളവരാരും നിന്റെ ഫാൻസ് ആവൂല. കയ്യിലിടാൻ വളം ചേർത്താടാ എന്റെ ചെറുക്കെ നിങ്ങളെ. പിന്നെ അല്ല
പറഞ്ഞിട്ട് കാര്യമില്ല എന്നാ ഞാൻ പറഞ്ഞില്ലേ അതില്ല. ഗായ്സ് നമ്മൾ നേരെ റൂമിൽ പോവാണ് ഗായ്സ്. ഓ വൈകുന്നേര സമയം കൊടൈക്കനാല്. ഇപ്പോൾ ഒരു 6 മണിയായി കാണും. ചാറ്റൽ മഴ, തണുപ്പ് ഒരു രക്ഷയില്ല തണുപ്പ്. നമ്മളെ പിള്ളേരെല്ലാം കൂടെ വണ്ടിയിൽ വന്നിരിക്കുന്നു. അവരാ ഫുഡ് കഴിക്കാൻ കൊണ്ടുവരാനായിട്ട് വണ്ടി കിടക്കുന്നിടത്ത് നടന്ന് വെക്കൊണ്ടിരിക്കുകയാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈവന് തണുക്കണമെന്നില്ലേ ചത്തല്ലേ. ഓ അയ്യോ ഇവന്റെ ഉപദേശം ഒന്നും കേൾക്കില്ല. നിങ്ങൾ വാ തണുപ്പൊക്കെ ആസ്വദിക്കാനുള്ള. ഇവന് ഇത് സഹിക്കാനുള്ള ആംബിയറില്ല, അതാണ്. റോഡിൽ കൂടെ പോണ ഒന്നിനെ വെറുതെ വിടില്ല. ഇത് നേരത്തെ പറഞ്ഞിട്ട് ഒരു ഡിപ്പറും ഭാരത് ബെൻസും പോണ്. എന്നാ ഞാൻ ചെന്ന് നടന്നു പോയപ്പോൾ ഫ്രണ്ടിലൊരു ആൾ ഇരിക്കുന്നു. പറഞ്ഞേ അണ്ണാ ഭാരത് ബെൻസിൽ ഇടിക്കല്ലേ. ഈ ഭാരത് ബെൻസും ഡിപ്പറും എന്താണെന്ന് ഊഹിച്ചാൽ മനസ്സിലാവും. റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ പലതും കാണൂല. ഭാരത് ബെൻസും ഡിപ്പറും എന്താണെന്ന് ഊഹിക്ക്, അപ്പോൾ മനസ്സിലാവും. ലോഡല്ലടാ ഇത് വേറെ. നിന്നെ നോയിക്കോ. ഇങ്ങനെ ഇരിക്കണം നോക്കണ്ട. ആള് വെറും പിഴയാണ്. തണുപ്പ് ഒരു രക്ഷയില്ല. തണുപ്പ് ഓടി വണ്ടി ഓണാക്കി റൈസ് ചെയ്ത് കുറേ നേരം പിടിക്കണം. അപ്പോൾ എഞ്ചിനോ ചൂടാവും, അതിൻ്റെ ചൂട് കിട്ടും. ഗായ്സ് നമ്മളിപ്പോൾ അവിടെ നിന്ന് വീണ്ടും നടന്ന് കുറേ വന്ന് നമ്മളെ ലേക്കിലെത്തി. ലേക്കിൻ്റെ മേളിലാണ് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ ബസ്സിൽ മലാക്കിൽ കയറിയതിന് ശേഷം ലേക്കിലൊന്നും അധികം വന്നിട്ടില്ല. ഇപ്പം തന്നെ പറഞ്ഞ ഞാൻ ട്രാവലിലായിരുന്നപ്പോൾ ലേക്ക് അവിടെ പാർക്കിങ്ങിൽ കൊണ്ടുപോകാൻ പറ്റും വണ്ടിയെ. ഇത് ലേക്ക് നോക്കടാ, ആടിപ്പൂളി കാശ് രക്ഷയില്ലേടാ. അതൊന്നുമില്ല അതേടാ അടയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. അതുകൊണ്ട് ഇവിടെ കയറി ചെളിയും വെള്ളം ചാറ്റൽ മഴ, അതാണ് വിഷയം. തറയിലോട്ട് നോക്കി നടക്കണം, നമുക്ക് മേലോട്ട് നോക്കില്ല. നമ്മളിനി റോഡിൽ കൂടെ പോകണവരോ വല്ലവരെ അനുവാദം ഇല്ലാതെ വീഡിയോ എടുത്തെന്ന് പറഞ്ഞു അല്ലേ കിട്ടും. നമുക്ക് അതിൻ്റെ താല്പര്യം. നമ്മളങ്ങനെ അനുവാദം ഇല്ലാതെ, അതും ഗേൾസിൻ്റെ വീഡിയോ നമ്മൾ എടുക്കാറില്ല. അനുവാദം ഇല്ലാതെ നമുക്ക് നോക്കാം. അതിന് കുഴപ്പമില്ല. അതിന് അതിവിടെ ആരെങ്കിലും പറഞ്ഞു അതിൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്താൽ അനുവാദം ഇല്ലാതെ നോക്കാം. പിന്നെ വേറൊരു കാര്യം, പെൺപിള്ളയെ സംബന്ധിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയണേ. ഇങ്ങോട്ട് വാ, ആളുകൾ കേൾക്കണ്ട. അവരെന്തിനാണ് നന്നായിട്ട് അണിഞ്ഞൊരുങ്ങണം മറ്റുള്ളവർ നോക്കാൻ. അപ്പം നമ്മളവരെ സൗന്ദര്യമാണ് ആസ്വദിക്കണേ. സൗന്ദര്യം, നീ സൗന്ദര്യം തന്നെയല്ലേ. അതുകൊണ്ടേ ഇവൻ്റെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല. സൗന്ദര്യം തന്നെയല്ലേ ആസ്വദിക്കണേ. ശരി, സൗന്ദര്യം തന്നെ ആസ്വദിക്കുന്നത്. ഗൈസ്, അപ്പം നമ്മൾ ഇന്നലെ നൈറ്റ് ലാസ്റ്റ് സ്റ്റേ ആയിരുന്നു കൊടൈക്കനാൽ. ഇന്ന് രാവിലെ നമ്മൾ അവിടെ നിന്ന് കുളിച്ച് റെഡിയായി. ഞാൻ കുളിച്ച്, അപ്പം കുളിച്ചില്ല. നീ കുളിച്ചാ? ഇത് കുളിച്ചില്ല. ഇല്ല ഇത് കുളിച്ചില്ല. ഞാൻ ഒന്ന് പറഞ്ഞില്ലേ ഇവനെ അസുഖം വന്ന് റെഡിയായിരുന്നു. ഞാൻ മരുന്ന് കൊടുത്ത് റെഡി. അപ്പൊ അതിന് രാവിലെ അതിനാണ് പോയത്. നമ്മളിപ്പം കൊടൈക്കനാൽ നല്ല കിട്ടില്ല ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. ഞാൻ ഇത് നിങ്ങൾക്ക് വെളിയിൽ ഇറങ്ങിയിട്ട് കാണിച്ചത്. എനിക്ക് ഒരു കേക്ക്, ഒരു ചായ പഴയ ഉള്ളൂ. അപ്പൊ നീ അത് ആദ്യം തിന്നിട്ട് അണ്ണന് വേണ്ട, നീ തിന്നാ. എന്നിട്ട് മാമന്റെ കൂടെ വേണമെങ്കിൽ ഏത്തപ്പഴം നോക്കിയിട്ട് അത് കൂടെ വാങ്ങിച്ചിട്ടില്ല. എനിക്ക് താങ്ങാൻ പറഞ്ഞ ഈ വൈ ഏത്തന്നെ നിനക്ക് അതല്ല ഇഷ്ടം. അത് കഴി എന്നാ ഈ വൈ ഒരു കേക്കും ചായ വാങ്ങിച്ചാ. ഇപ്പൊ ഗായ്സ് നമ്മൾ നേരെ ഓടി മറയൂർ വെക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൊടൈക്കനാൽ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്ന ഒരു കിട്ടിലൊരു സ്പോട്ടുണ്ട്. നമ്മള് കൊടൈക്കനാലിൽ മറയൂർ പോകണം. ഈ ഒരു സെക്ഷനാണ് എല്ലാം ഫ്രൂട്ട്സാണ്. ഇതെല്ലാം ഇവിടെ തന്നെ അവർക്ക് വിളയിച്ചെടുക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സാണ്. ഓ ഗായ്സ്, പയ്യന് വയ്യാത്തോണ്ട് ഇറക്കുമതി ചെയ്ത ഡ്രൈവറാണ്. പെട്ടായോണ്ട് കണ്ടുവിടുന്നത് നിങ്ങളെ. അണ്ണാ ചിരിയണ്ണ പേര് പറ. ചൈറ്റൊന്നും വേണ്ട, അവിടെ നിന്ന് സൂര്യപ്രകാശം വന്നതുകൊണ്ട് പറഞ്ഞു. പേര് പറയാം. ഷാനു. വയ്യാത്തത് കൊണ്ട് നൻപനായ നൻപൻ വന്നു. നൻപൻ
നീ ഇതിലൊക്കെ അറിയല്ലേ? നീ ഇനി അതിൽ വരണ്ട, നിന്നെ ഞാൻ കേറ്റൂല അതില്. ഞാൻ കയറും. നിന്നെ ഞാൻ കേറ്റൂല. തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നിന്നോ നിങ്ങള്? ഡ്രൈവർമാരെ കാണുള്ളൂ. നിങ്ങൾ ഇനി അവിടെ നിന്ന് കാറിൽ പോണോ? അറിയില്ല, ഇവിടെ ഇങ്ങനെ കിടന്നാ മതി ചുമ്മാ. എന്തിന് പയ്യനെ പെട്ടെന്ന് സുഖമാവാൻ വേണ്ടി ആരാധികമാരുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രാർത്ഥിക്കും. പോതും ആണോ ഒന്ന് പോതും. ജിത്തുവിന് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പാക്കാൻ വേണ്ടി തൊലി പൊളിച്ച് കഴിക്കുന്നു. ആണോ ഇത് ഓറഞ്ച് ആണോ? ചെറിയ ഓറഞ്ച്. ഇതെത്രയാണ്? 1/4 കിലോ 100 രൂപയാ? ரொம்ப അന്ന വിലയാ. ബ്ലോഗറാ നിങ്ങൾ ഇനി കൊടൈക്കനാലിൽ വന്നാൽ നിങ്ങളെ കച്ചവടം നടക്കും. അണ്ണാ ലാഭത്തിനെല്ലാം തരും, പകുതി വിലക്ക് തരും. ഇതെന്തോന്നാണ്? മാങ്ങയാണ്. ഓ அந்த மாதிரி. இல்ல அண்ணா, இல்ல எனக்கு வந்து சோசம் முட்டலாம் இருக்கு. പുളിപ്പ് കഴിച്ചാ കുറച്ചും കൂടെ വയ്യാതാവും. അതെ, അപ്പൊ കുറച്ച് തങ്ക അവന് എല്ലാമേ കൊടുക്കണ്ട. ഓ നിങ്ങളെ പറഞ്ഞ മാതിരി താൻ സൂപ്പർ കൊള്ളാം. സൂപ്പർ കൊള്ളാം. നക്കിയിട അതിലിരിക്കുന്ന ബാക്കിയും കൂടെ. അത് പളനി ക്ഷേത്രം. ഇതാണ് പളനി ക്ഷേത്രം. പാറയാണ് പളനി ക്ഷേത്രം. അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മൾ മറയൂർ എത്തിയതിനു ശേഷം നേരെ കിടന്ന് ഉറക്കായിരുന്നു. പിള്ളേർ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ട് വന്ന് നമുക്കിവിടെ വേറെ ഓട്ടവും കാര്യങ്ങളാ വണ്ടി എടുത്തുകൊണ്ട് വേണ്ടേ, ഒരു ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് വൈകിട്ട് പിള്ളേരെല്ലാം വന്നിട്ട് നമ്മൾ വണ്ടി എടുത്തു പോവാനായിട്ട് നിൽക്കുകയാണ്. ജിത്തുവിനാണെങ്കിൽ ഈ ചെറുക്കൻ ഇത് കൈലാസ് ജിത്തുവിൻ്റെ നൻപൻ. എടാ നിനക്ക് ഇട്ട് തന്നാ ചാർജറിൻ്റെ അത് ഇട്ടെന്നിനെങ്കിൽ പിടിച്ച് 2 ഇടി ഇടും. അയ്യോ ഒന്ന് ചെയ്യലടാ. ഇടിക്കാൻ പറയാ, അപ്പൊ ഇടിക്കോ നീ? എന്റെ ചെറുക്കനൊന്നും ചെയ്യല, ഞാൻ ചുമ്മാ പറയടാ. എന്ത് അല്ല പിന്നെ ഇതൊക്കെ ഈ നിൽക്കുന്നതൊക്കെ നമ്മളെ പിള്ളേരാണ് കേട്ടാ. ഇതും PP നല്ല പേരല്ലേ? അങ്ങനെ തന്നെ തോന്നുന്നത്. അതെന്റെ എടാ, നീ ആ വണ്ടിയുടെ പേര് വായിടാ. അതന്നെ ഇങ്ങ ആ വണ്ടിയുടെ പേര് വായത് PP. ആ അപ്പൊ അത് തന്നെ, അത് ഇങ്ങനെ അറിയാം കേട്ടോ വായിക്കാൻ. ഇങ്ങോട്ട് വേണം നീ. പിന്നെ കാണിച്ചിട്ട് വേണം ഈ വീഡിയോ എനിക്ക് വരലാക്കെ. ഇങ്ങോട്ട് ഒരിക്കൽ ചെറുക്കന്റെ കൈ പൊളന്നേ ഉള്ളൂ, ആ സഹായം ഇല്ല. വണ്ടിയിൽ വന്നപ്പോ കിട്ടിയ കൂട്ടുകാരനാണ്. ഞാൻ കുറച്ചും കൂടെ വണ്ണം ചെയ്തിട്ടില്ലേ, ആ ഒരു അബദ്ധമാണ് കാണിച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ